ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ സ്റ്റിച്ചിങ് മെഷീനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഉഷയുടെ അല്ലൂർ DXLൻ്റെ ഒരു ന്യൂ മോഡൽ മെഷീനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മെഷീൻ. ഉഷയുടെ അല്ലൂർ DXL എന്ന മോഡലാണ് എൻ്റെ മെഷീൻ. ഈ മെഷീൻ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഈ മെഷീന് ഒരു തരത്തിലുള്ള കംപ്ലയിൻറ്റ്സും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഇതിനകത്ത് 0 മുതൽ 9 വരെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് സെലക്ടർ മുഖേനയാണ് നമ്മുടെ മെഷീന് നമുക്ക് ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് മെഷീനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. 1 2 3 എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ബട്ടൺ ഹോളിനുള്ള സെലക്ടറാണ്. ABCDG വരെയുണ്ട്. അത് നമ്മുടെ സ്റ്റിച്ച് സെലക്ട് ചെയ്യാനുള്ള സ്ഥലം. ഇതൊരു ചാർട്ടാണ്. ഏതൊക്കെ സ്റ്റിച്ചാണ് എയിലുള്ളത് ബിയിലുള്ളത് എന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. നമ്മൾ അത് വെച്ചിട്ട് വേണം നമുക്ക് എ സെലക്ട് ചെയ്യണോ ബി സെലക്ട് ചെയ്യണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതാണ് നമ്മുടെ നീഡിലിടുന്ന പോയിൻ്റ്. നമുക്ക് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പോൾ ആദ്യത്തെ എയും ബിയും നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. എയിലുള്ളത് സ്ട്രെയിറ്റ് സെൻറ്ററിൽ കൂടിയുള്ളതും ബിയിലുള്ളത് കുറച്ച് മാറിയുള്ളതുമാണ്. ഇനി നമുക്ക് സി നോക്കാം. സിയിലെ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ 6 സ്റ്റിച്ചാണ് സിയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡിയിൽ വെക്കുമ്പോൾ നമുക്ക് 6 തന്നെ വേറൊരു വെറൈറ്റി കിട്ടും. ഇയിൽ വെക്കുമ്പോൾ വേറൊരു വെറൈറ്റി, അങ്ങനെ കുറച്ചേറെ വെറൈറ്റി. ഇനി നമുക്ക് റെഡ് കളറിൽ കാണുന്ന സ്റ്റിച്ചുകൾ നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി നമ്മുടെ ലെങ്ത് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ SS+ എന്ന് കണ്ടില്ലേ, ആ ഓപ്ഷനിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. SS+ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ മുകളിൽ വരത്തക്കവണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എ സെലക്ട് ചെയ്യുകയാണെങ്കിൽ താഴത്തെ റെഡ് കളറിലെ ആ സ്റ്റിച്ചായിരിക്കും നമുക്ക് എയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ബിയിൽ കിട്ടുന്നതും സിയിലതും എല്ലാം നമുക്ക് SS+ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെഡ് കളറിലുള്ളതായിരിക്കും കിട്ടുന്നത്. ബാക്ക് ടു നോർമൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 0 to 1 ആ ഭാഗത്തേക്ക് വെക്കണം. ഈ രണ്ട് പോർഷനിലാണ് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് പൊക്കാനും താക്കാനും പറ്റുന്നതാണ്. ഈ ഭാഗത്താണ് നമുക്ക് നമ്മുടെ ബോബിൻ കേസ് ചുറ്റി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മെഷീൻ്റെ ഫൂട്ടുകൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നും ഫൂട്ട് എങ്ങനെയാണ് പൊക്കുന്നതെന്നും നോക്കാം. നമ്മുടെ മെഷീൻ്റെ ഫൂട്ട് പൊക്കാൻ വേണ്ടി നമുക്കിവിടെ മെഷീൻ്റെ ബാക്ക് സൈഡിൽ ബ്ലാക്ക് കളറിലെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് മുകളിലോട്ട് പൊക്കുമ്പോൾ നമ്മുടെ മെഷീൻ്റെ ഫൂട്ട് പൊങ്ങുകയും അത് താഴോട്ട് വയ്ക്കുമ്പോൾ മെഷീൻ്റെ ഫൂട്ട് താഴുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു ഫൂട്ട് മാറ്റി വേറൊരു ഫൂട്ട് ഇടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മെഷീൻ്റെ പുറകിൽ ഇതുപോലെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫൂട്ട് റിമൂവായി താഴെ വീഴുന്നത് കാണാം. അതിനുശേഷം നമുക്ക് ഏത് ഫൂട്ടാണോ വയ്ക്കേണ്ടത് ആ ഫൂട്ട് ഇതേ പൊസിഷനിൽ കൊണ്ടുവന്ന് നമ്മുടെ ആ ബ്ലാക്ക് കളറിലെ ലിവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ട് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൂട്ട് കറക്റ്റായിട്ട് വീണു എന്നാണ് അർത്ഥം വരുന്നത്. സൗണ്ട് കേട്ടില്ല എങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒന്നും കൂടെ ഫൂട്ട് നീക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ഈ ബ്ലാക്ക് ലിവർ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ലിവർ പൊക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഫൂട്ട് ഉൾപ്പെടെ പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പോർഷൻ ഈ മെഷീൻ മാത്രമുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു പോർഷനാണ്. അത് നമുക്ക് നൂല് സൂചിയിൽ കയറ്റുന്ന ഒരു പോർഷനാണ്. പിന്നെ ഈ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കട്ടർ, അതായത് നമുക്ക് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ടറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു മെഷീനിലും കാണാത്ത ഒരു പ്രത്യേകതരം ഉപയോഗമുണ്ട് ഈ ഭാഗത്തിന്. ഈ ഭാഗം നമ്മളിങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ്റെ സൂചി ഇരിക്കുന്ന ഭാഗം പിന്നീട് അനങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ മോട്ടറിൽ ചവിട്ടുമ്പോൾ അവരുടെ കൈകൾ മെഷീൻ്റെ ഇടയ്ക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു പോർഷൻ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഭാഗത്താണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഓൺ ഓഫ് സ്വിച്ച് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ കാണുന്നത് ഈ പോയിൻ്റാണ് നമ്മുടെ മോട്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള കണക്ഷൻ, നമ്മുടെ മെഷീനിലോട്ട് കൊടുക്കുന്ന പോയിൻ്റ്. മോട്ടറിലോട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഭാഗം നമ്മുടെ മെഷീനിലോട്ട്
നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഭാഗം നമ്മുടെ മെഷീനിൽ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ മെഷീനിൽ തിരിഞ്ഞിരിക്കുന്ന ഇതുപോലെ വേണം നമ്മുടെ മെഷീനിൽ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് മെഷീൻ്റെ അടുത്ത ഭാഗം നമ്മുടെ പ്ലഗിലോട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് ഇത് നമ്മൾ പ്ലഗിലോട്ട് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെഷീൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ മെഷീനിൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുട്ടത്തും ഇത് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും നമുക്ക് ലൈറ്റ് കണ്ടുകൊണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പോയിൻ്റാണ് നമ്മുടെ നീഡിൽ റിമൂവ് ആക്കാനും നീഡിൽ അറ്റാച്ച് ചെയ്യാനുമുള്ള സ്ക്രൂ. അപ്പോൾ നീഡിലിൻ്റെ ഉരുണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ മെഷീനിലോട്ട് കയറ്റി കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ മെഷീനിൽ കറക്റ്റായിട്ട് നീഡിൽ ഫിറ്റായിട്ടിരിക്കുകയുള്ളൂ. ഫ്ലാറ്റായിട്ടിരിക്കുന്ന സൈഡല്ല, ഉരുണ്ടിരിക്കുന്ന സൈഡാണ് നമ്മുടെ ഈ മെഷീനിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉരുണ്ടിരിക്കുന്ന ഭാഗം നമ്മുടെ മെഷീനിലെ ഈ ഭാഗത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ സ്ക്രൂ നമുക്ക് ഫിറ്റാക്കിയാൽ നമ്മുടെ നീഡിൽ അവിടെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നീഡിൽ ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയതിന് ശേഷം ഈ സ്ക്രൂ ഒന്ന് ഫിറ്റാക്കി കൊടുക്കുക. മെഷീൻ്റെ ഈ ഒരു പാർട്ട് നമുക്ക് റിമൂവ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നീഡിൽ നമുക്ക് നമ്മുടെ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാം. ത്രെഡ് ചുറ്റി കൊടുക്കുന്നതിന് ഇങ്ങനെയാണ്. ആദ്യമേ ഇതുപോലെ ത്രെഡ് ഇട്ടതിന് ശേഷം ഇതുവഴി താഴേക്ക് കൊണ്ടുപോയതിന് ശേഷം യൂട്ടേൺ എടുക്കുന്ന പോലെ മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഒന്ന് കറക്കി ഈ ഒരു പോയിൻ്റ് മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിനകത്തോടും കൂടെ ചുറ്റിയിട്ട് നമ്മൾ താഴോട്ട് കൊണ്ടുവരികയാണ്. അതിനുശേഷം നമുക്ക് താഴെ നീഡിലിൻ്റെ ഭാഗത്തായിട്ട് 2 ലൂപ്പ് കാണാം. ആ ലൂപ്പിലും കൂടെ കടത്തി വിട്ടതിന് ശേഷം നീഡിലോട്ട് നമുക്ക് കയറ്റിവിടാം. അടുത്തതായി നമുക്ക് ഈ മെഷീൻ്റെ ഫീച്ചറായ ഒരു ഫീച്ചർ വെച്ചിട്ട് തന്നെ നമ്മുടെ നീഡിൽ ത്രെഡ് ഈസി ആയിട്ട് കോർക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ ത്രെഡ് ഈ ഭാഗങ്ങളിൽ കൂടി എല്ലാം കടത്തി വിട്ടതിന് ശേഷം ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഈ സൈഡിലുള്ള ഈ ഒരു ഫൂട്ട് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം അതുവഴി നീഡിൽ ജസ്റ്റ് ഒന്ന് കടത്തി വിടുക. കടത്തി വിട്ടതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് പ്രസ് ചെയ്ത് വലിക്കുമ്പോഴേക്കും നമ്മുടെ നീഡിലിൻ്റെ ഹോളിൽ കൂടി നമ്മുടെ ത്രെഡ് ഈസി ആയിട്ട് തന്നെ അതിൽ കയറി വന്നോളും. അപ്പം നമുക്ക് എത്ര കണ്ണ് കാണാൻ പറ്റാത്തവർക്കും ഈസി ആയിട്ട് തന്നെ നമുക്ക് നീഡിൽ ത്രെഡ് കോർക്കാനായിട്ട് സാധിക്കും. ഇതൊരു വളരെ എളുപ്പമുള്ള ഒരു വഴിയാണ് നമുക്ക് നീഡിൽ ത്രെഡ് കോർക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ത്രെഡ് കോർക്കാനായിട്ട് ചിലവാക്കത്തില്ലേ, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ള ത്രെഡ് കോർക്കൽ. പിന്നെ ഈ ഒരു മെഷീനിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു ഫീച്ചർ കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും മെഷീനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ നീഡിൽ ത്രെഡ് കോർത്തതിന് ശേഷം നമുക്കിനി ബോബിൻ കേസിൽ നൂല് ചുറ്റി കൊടുക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ ബോബിൻ കേസിൽ നൂല് ചുറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ബോബിൻ നമ്മുടെ പ്ലേസിലോട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ത്രെഡ് ഈ ആണി പോലത്തെ ഈ സംഭവത്തിനകത്തൊന്ന് ചുറ്റിയെടുത്ത് ബോബിനിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു 2-3 വട്ടം ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ബോബിൻ ഇതുപോലെ സൈഡിലേക്ക് പ്രസ് ചെയ്ത് ആ വൈറ്റ് സ്ക്രൂ പോലെ ഇരിക്കുന്ന അവിടെ മുട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പെഡൽ ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സൂചിയുടെ ഈ ഭാഗം അനങ്ങത്തില്ല. ഉള്ളി നമ്മുടെ മുകളിലത്തെ ബോബിൻ കേസിൻ്റെ ഭാഗം മാത്രമേ അനങ്ങത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ സൂചി ഒത്തിരി കിടന്ന് അടിക്കണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം കറങ്ങി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ബോബിനിൽ ത്രെഡ് ചുറ്റി കൊടുത്തോളും. നമ്മുടെ ബോബിനിൽ നമ്മുടെ നൂല് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മാറ്റിയിട്ടേ നമുക്ക് ബോബിൻ ഇതിനകത്തിന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ബോബിൻ ചുറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സൈഡിലേക്ക് മൂവ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോബിനിൽ നൂല് ചുറ്റാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വേണം നൂല് ചുറ്റി കൊടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ചുറ്റി കൊടുത്ത
ബോബിൻ ഇതിനകത്തോട്ട് എങ്ങനെയാണ് കയറ്റി വിടുന്നതെന്ന് നോക്കാം. നമ്മളത് ഈ ഭാഗം ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ത്രെഡ് വലിച്ചെടുത്ത് ഈ ഹോളിലൂടെ പുറത്തിടേണ്ടതാണ്. അതിനുശേഷം നമ്മൾ സാധാരണ മെഷീനിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് അമക്കി കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഈ ഭാഗവും കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ വർക്കിംഗ് കണ്ടീഷനിൽ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ച് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എയിലോട്ട് നമ്മുടെ സെലക്ടർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലെങ്ത്ത് വന്നേക്കുന്നത് ഒരു 2-ൻ്റെയും 3-യുടെയും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചാണ് നമുക്ക് ഫസ്റ്റിലത്തെ ഓപ്ഷനായിട്ടുള്ള എയിൽ കിട്ടുന്നത്. റണ്ണിങ് സ്റ്റിച്ചാണ്. ആ റണ്ണിങ് സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഇതേ റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് ലെങ്ത്ത് കൂട്ടിയിട്ടൊന്ന് കൊടുത്തു നോക്കാം. നമ്മൾ 4-ൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ 2-ൽ ഇട്ടതിനെക്കാട്ടും സ്പീഡ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാണിയുടെ വലുപ്പവും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്താണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത്. ഈ ഒരു പോർഷൻ താഴോട്ടും മുകളിലോട്ടും അനക്കി കൊടുക്കുമ്പോൾ നമുക്ക് കെട്ടിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ആദ്യം നമ്മൾ അടിച്ചത് അടുത്തടുത്തുള്ള കാണിയാണെങ്കിൽ രണ്ടാമത് അടിച്ചതിന് അകന്നകന്നുള്ള കാണിയിലാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടിയിട്ട് കൊടുക്കുമ്പോഴുള്ള ഡിഫറൻസ് വരുന്നത്. അതിനുശേഷം നമുക്കിനിയും ചെയ്യേണ്ട സ്റ്റിച്ച് ബി എന്ന് പറയുന്ന സ്റ്റിച്ചാണ്. എ എന്ന് പറയുന്ന സ്റ്റിച്ചും ബി എന്ന് പറയുന്ന സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്. പിന്നെ നമ്മൾ എയിലോട്ടാക്കുമ്പോൾ സൂചി കറക്റ്റ് സെൻറ്ററിൽ വെച്ചാണ് സ്റ്റിച്ച് ആക്കുന്നത്. ബിയിലോട്ടാക്കുമ്പോൾ സൂചി ഒന്ന് സ്വല്പം സൈഡിലേക്ക് മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ സ്റ്റിച്ച് മാറ്റി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സൂചിയുടെ പൊസിഷൻ ഒന്ന് മാറുന്നുണ്ട്. പക്ഷേ സ്റ്റിച്ച് സെയിം തന്നെയാണ് നമുക്ക് ബിയിലും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിയിലെ സ്റ്റിച്ച് വരുന്നത്. ഇതിന് പ്രത്യേകിച്ച് എയിലെ സ്റ്റിച്ചും ബിയിലെ സ്റ്റിച്ചുമായിട്ട് അധികം വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതിനുശേഷം നമുക്കിനി സിയിലെ സ്റ്റിച്ചാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ സെലക്ടർ സെലക്ട് ചെയ്ത് സിയിലേക്ക് ആക്കി കൊടുക്കുക. നമ്മുടെ ലെങ്ത്ത് അപ്പോഴും 2-ൻ്റെയും 3-യുടെയും ഇടയിലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു 6 ആക്സ് സ്റ്റിച്ചാണ് ഇവിടെ കിട്ടുന്നത്. കണ്ടില്ലേ, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള 6 ആക്സ് സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനും അതുപോലെ തന്നെ മെഷീൻ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈഡൊക്കെ ലോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ഉപയോഗിക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സി സ്റ്റിച്ചിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ട് കൊടുത്ത് ഒരു സിയുടെയും ബിയുടെയും നടുക്കായിട്ടുള്ള സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്റ്റിച്ച് നമ്മുടെ മറ്റേ സ്റ്റിച്ചിനെ പോലെ തന്നെയുള്ള സ്റ്റിച്ചാണ്, പക്ഷേ വലുപ്പത്തിൽ കുറച്ച് ചെറുതായി നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അതുപോലെ തന്നെയാണ്, പക്ഷേ ആ കർവ് ഷേപ്പിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡി സ്റ്റിച്ചിലോട്ട് കടക്കാം. ഡി സ്റ്റിച്ചിലോട്ട് നമ്മുടെ സെലക്ടർ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയുള്ള സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഡി സ്റ്റിച്ചും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് നോക്കാം. ഈ സ്റ്റിച്ച് നമ്മുടെ ഈ ECG ഒക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റിച്ച് പോലെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുമോയെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമേ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് എഫിലോട്ട് നമ്മുടെ സെലക്ടർ സെലക്ട് ചെയ്തു. നമ്മൾ ലെങ്ത്തിൽ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തി തന്നെ ചെയ്തു കൊടുക്കാം. നമ്മൾ വെക്കുന്ന സെലക്ടർ കറക്റ്റായിട്ട് തന്നെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ സ്റ്റിച്ച് വീഴും കേട്ടോ. അതുകൊണ്ട് എഫിൽ വെക്കുന്നത് എഫിൽ തന്നെ വെക്കണേ.
അപ്പോൾ എഫിൻ്റെ സ്റ്റിച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ളത് ജിയുടെ സ്റ്റിച്ച്. അതിനുശേഷം ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്റ്റിച്ചെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഈ +SS എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് ലെങ്തിനെ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഞെക്കുമ്പോൾ നമുക്ക് ഈ റെഡ് കളറിൽ കിട്ടുന്ന പോലത്തെ സ്റ്റിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ താഴത്തെ റെഡ് കളറിൽ കാണുന്ന എല്ലാ സ്റ്റിച്ച് കിട്ടണമെങ്കിലും നമ്മൾ ലെങ്ത് +SS എന്ന് പറയുന്ന മോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ എല്ലാ സ്റ്റിച്ചും കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ ഇനിയും ഡിയിലെ സ്റ്റിച്ചാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. സോറി, ഡിയിലെ അല്ല, സിയിലെ സ്റ്റിച്ചാണ് ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിയിലെ സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, സിയിലെ സ്റ്റിച്ച് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. നമുക്കിനിയും ഡിയിലെ സ്റ്റിച്ച് നോക്കാം. ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല, എല്ലാ സ്റ്റിച്ചും കുറച്ച് ഭാഗം മാത്രമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ ധരിക്കുന്നു. ഇനിയും നമുക്ക് ചെയ്യാനുള്ളത്, ഈ മിഷൻ മേടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഫൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫൂട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഫൂട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ മിഷൻ്റെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തോന്നാറുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഒരു കവറിനകത്തായിരുന്നു ഈ ഫൂട്ടുകളെല്ലാം അവർ നമുക്ക് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കാണാനുള്ളത് നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നും ബട്ടൺ ഹോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുമാണ് കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഫൂട്ടായിട്ടുള്ള നോർമൽ ഫൂട്ട് ഒന്ന് അഴിച്ചു മാറ്റുകയാണ്. അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് ബട്ടൺ ഹോളിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചായിട്ടുള്ള 1-ൽ ഇട്ട് കൊടുക്കുകയാണ്. 1-ൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രമാത്രം ലെങ്ത്തിലാണോ വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഈ 1-ൻ്റെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് സെലക്ട് ചെയ്ത് 2-ലേക്ക് ഇട്ട് കൊടുക്കുക. 2-ലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ അതിങ്ങനെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയും. അതിനുശേഷം നമ്മൾ 3-ലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മൂവ് ചെയ്ത് മുകളിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ ലെങ്ത് എത്രയാണോ കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ അവിടെ വീണ്ടും നമ്മൾ 2-ലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ, അതായത് ബട്ടൺ ഹോളിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ഈ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൺ ഇടാനുള്ള ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫൂട്ടായിട്ടുള്ള പീക്കോ ചെയ്യുന്ന ഫൂട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ പീക്കോ ചെയ്യുന്ന ഫൂട്ട്. അത് ഇതുപോലെ തന്നെ നമ്മൾ ഫൂട്ട് ജസ്റ്റ് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തുണി എടുത്തതിന് ശേഷം തുണിയുടെ സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അറ്റത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഒന്ന് മടക്കി കൊടുക്കുക. സെലക്ടർ നമ്മൾ സിയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് 6 സ്റ്റിച്ചാണ് ഇവിടെ വേണ്ടത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക മാത്രം മതി. നമുക്ക് കറക്റ്റായിട്ടുള്ള പിക്കോ സ്റ്റിച്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ വരുന്നത് കാണാം. ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സാരി ലോക്ക് ചെയ്യാനും നമ്മുടെ ഫ്രോക്കിൻ്റെ, അംബ്രല്ല ഫ്രോക്കിൻ്റെ ഒക്കെ അറ്റം ക്കാനും ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഷോളിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ സൂപ്പറായിട്ടുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പീക്കോ സ്റ്റിച്ച് ചെയ്യുന്ന വിധം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉള്ളത് നമ്മുടെ പൈപ്പിംഗ് ഫൂട്ടാണ്. പൈപ്പിംഗ് ഫൂട്ട് നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഞാനിപ്പം ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 1 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഫൂട്ട് ചേഞ്ച് ചെയ്ത് നമ്മുടെ സിബാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫൂട്ട് ചേഞ്ച് ചെയ്ത് അപ്പുറത്തെ സൈഡിലും സിബ് വെച്ച് കൊടുക്കാവുന്നതാണ്.
ഫൂട്ടാണ്. അപ്പോൾ നമ്മൾ ഫൂട്ട് കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സൈഡ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ വൺ സൈഡ് മടക്കിയതിലേക്ക് നമ്മുടെ സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം വൺ സൈഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് തന്നെ അറ്റത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്യുന്നവർക്കറിയാം, നോർമൽ മെഷീനിൽ ഭയങ്കര പാടാണ് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ഈ മെഷീനിൽ ഇതുപോലൊരു ഫൂട്ട് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനും പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇത് കണ്ടില്ലേ, എന്ത് ഫിനിഷിങ്ങോടെ തന്നെയാണ് ഈ സിബ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണാനായിട്ട് സാധിക്കും അല്ലേ. ഒരു സൈഡ് പോലും നമുക്ക് മിസ്സാകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് കിട്ടുന്നത്. കണ്ടില്ലേ, നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മെഷീനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട്. പിന്നെ നമുക്ക് അടുത്ത ഒരു ഫൂട്ടും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഹെമ്മിങ് ഫൂട്ടാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ ഹെമ്മിങ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇത് സ്ക്രൂ ഡ്രൈവർ പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മുറുക്കി കൊടുക്കാനായിട്ട് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു സീം കട്ടറാണ് കിട്ടുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു ഫൂട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാരി ഹെമ്മിങ് ഫൂട്ടാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉഷ അല്ലൂരി DXL എന്ന് പറയുന്ന ഈ മെഷീനെക്കുറിച്ചുള്ള റിവ്യൂ വീഡിയോ നിങ്ങൾക്കൊക്കെ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.